നമസ്കാരം. അടിച്ചമർത്തപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും വിമോചന പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വൈക്കം സത്യാഗ്രഹത്തിന്റെ മണ്ണ്. വർഗീയതയ്ക്കും വലതുപക്ഷ രാഷ്ട്രീയത്തിനുമെതിരെ ഈ മണ്ണ് എന്നും ഉയർത്തിപ്പിടിച്ചത് വിപ്ലവത്തിന്റെ കനലുകളെയാണ്. CK ആശയിലൂടെ വൈക്കം ഒരിക്കൽ കൂടി ചുവപ്പണിഞ്ഞപ്പോൾ അത് ചരിത്രത്തിന്റെ തുടർച്ചയായി മാറി. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഈറ്റിലമായ വൈക്കം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ എന്നും മുൻപന്തിയിലാണ്. പതിറ്റാണ്ടുകളായി ഈ മണ്ഡലം കാത്തു സൂക്ഷിക്കുന്ന ഇടതുപക്ഷാഭിമുഖ്യം വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയമല്ല, മറിച്ച് വികസനത്തോടും മതേതരത്വത്തോടുമുള്ള ജനങ്ങളുടെ അചഞ്ചലമായ പ്രതിബദ്ധതയാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് വൈക്കം. ഇതിൽ ചെമ്പ്, കല്ലറ, മറവന്തുരുത്ത്, TV പുരം, തലയാഴം, തലയോലപ്പറമ്പ്, ഉദയനാപുരം, വെച്ചൂർ, വെള്ളൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും വൈക്കം മുനിസിപ്പാലിറ്റികളും ചേരുന്നതാണ് ഈ നിയോജക മണ്ഡലം. 2016 തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ LDF സ്ഥാനാർത്ഥി CK ആശ, UDF സ്ഥാനാർത്ഥി S സനീഷ് കുമാർ, BJP സ്ഥാനാർത്ഥി K നീലകണ്ഠൻ എന്നിവരാണ്. 24,584 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ CK ആശയാണ് വിജയിച്ചത്. ഏകദേശം 47% വോട്ടുകളാണ് 2016 LDF നേടിയത്. 2021 തിരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ LDF സ്ഥാനാർത്ഥി CK ആശ, UDF സ്ഥാനാർത്ഥി PR സോന, BJP സ്ഥാനാർത്ഥി അജിത ബാബു എന്നിവരാണ്. 29,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടാം തവണ ആശ വിജയിക്കുന്നത്. ഏകദേശം 56% വോട്ടുകളാണ് ലഭിച്ചത്. 2016 നേടിയതിനേക്കാൾ വലിയ വിജയമാണ് LDF 2021 കാഴ്ചവെച്ചത്. ഈ തിരഞ്ഞെടുപ്പുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ 2016 24,584 എന്ന ഭൂരിപക്ഷം 2021 29,122 വർദ്ധിപ്പിക്കാൻ LDFന് സാധിച്ചു. ഇത് ഭരണവിരുദ്ധ വികാരമല്ല, മറിച്ച് തുടർഭരണം എന്ന ജനഹിതമായിരുന്നു. അതുപോലെ തന്നെയാണ് 2016 30,000-ലധികം വോട്ടുകൾ നേടിയ BJPക്ക് 2021 ലഭിച്ചത് വെറും 11,000 വോട്ടുകൾ മാത്രമാണ്. ഈ വോട്ടുകളിൽ ഭൂരിഭാഗവും LDFന്റെ വികസന രാഷ്ട്രീയത്തിലേക്കാണ് ഒഴുകിയത്. 2026 തിരഞ്ഞെടുപ്പ് നോക്കിയാൽ LDF സ്ഥാനാർത്ഥി P പ്രദീപ്, UDF സ്ഥാനാർത്ഥി K ബിനിമോൻ, BJP സ്ഥാനാർത്ഥി K അജിത് എന്നിവരാണ്. 2021 തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വെറും 11,911 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ഇത്തവണ 2011 LDFന്റെ MLA ആയിരുന്ന അജിത്തിന്റെ വരവോടെ ഈ വോട്ട് വിഹിതം പിടിക്കാനാണ് BJP ശ്രമിക്കുന്നത്. BJP ശക്തമാകുന്നത് പലപ്പോഴും UDFന്റെ വോട്ടുകളിലാണ് വിള്ളൽ ഉണ്ടാക്കാറുള്ളത്. വൈക്കത്ത് BJPക്ക് വോട്ട് വർദ്ധിപ്പിച്ചാൽ അത് കോൺഗ്രസിന്റെ രണ്ടാം സ്ഥാനത്തെ കൂടുതൽ ദുർബലപ്പെടുത്തിയേക്കാം. എന്നാൽ വൈക്കത്ത് സണ്ണി M കാപ്പിക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ വാർത്തകൾ ഉണ്ടായിരുന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ വൈക്കത്ത് K ബിനിമോനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്. കോൺഗ്രസ് രാഷ്ട്രീയ സത്യസന്ധത കാണിക്കാതെ സീറ്റ് നൽകുമെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാക്ക് പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് ആക്ടിവിസ്റ്റ് സണ്ണി M കാപ്പിക്കാട് പറഞ്ഞു. UDF ഇങ്ങോട്ട് വന്ന് സീറ്റ് ഓഫർ ചെയ്തതാണ്. രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യക്തികൾ മാറിയാലും നയങ്ങൾ മാറാത്ത വൈക്കത്തെ വോട്ടർമാർ വികസനത്തിന്റെയും മതേതരത്വത്തിന്റെയും പക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കാനാണ് സാധ്യത. ചതിയുടെ രാഷ്ട്രീയത്തിന് വൈക്കം എന്നും മാപ്പ് നൽകിയിട്ടില്ലാത്ത ചരിത്രമാണുള്ളത്.